കാനഡയിൽ എല്ലാവർക്കും PR കിട്ടില്ല. കേൾക്കാൻ അത്ര രസമുള്ള കാര്യമൊന്നുമല്ലേ, പക്ഷേ കാനഡയിൽ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കാനഡ കണക്കനുസരിച്ച് ഏകദേശം 2.8 മില്യൺ ആളുകളാണ് കാനഡയിൽ നോൺ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസിൽ റിസൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്, സ്റ്റഡി പെർമിറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്, അസൈലം സീക്കേഴ്സ് ഉണ്ട്, റെഫ്യൂജീസ് ഉണ്ട്. ഇവരെല്ലാം കളഞ്ഞിട്ട് ഏകദേശം 2.4 മില്യൺ ആൾക്കാർ നമ്മളെപ്പോലെ സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഉള്ളവരാണ്. അപ്പം നിങ്ങൾ ഇതിൽ ഒരാളാണെങ്കിൽ ഈ ഫാക്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പലർക്കും PR കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാനഡയിലുള്ളത്. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് നാളുകൾക്ക് കാനഡയിൽ PR കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. ഇതിനകത്ത് പറയുന്നതല്ല, പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. നിങ്ങൾക്ക് തിരിച്ചൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ദയവേത് ആ വീഡിയോയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. വിത്തൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ശരി, ഒരു 5 വർഷം മുമ്പത്തെ കാര്യം ഇതായിരുന്നില്ല. പ്രീ കോവിഡിന്റെ ഒക്കെ സമയത്ത് കാനഡയിൽ PR കിട്ടാൻ തുടങ്ങുന്ന വേറെ ഏത് കൺട്രി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. CR സ്കോർ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. ഈ CR സ്കോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രസ് എൻട്രിയിലുള്ള കാൻഡിഡേറ്റ്സിനെ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിന്റെ പേരിൽ റാങ്ക് ചെയ്തിട്ട് കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റാങ്കിലുള്ള ആൾക്കാരെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴോ IRCC കുറച്ച് പേര് PR കൊടുക്കും. ഇതാണ് സമ്പ്രദായം. അപ്പോൾ 2017 നോക്കുകയാണെങ്കിൽ 413 വരെ പോയിന്റ് താന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2024 തന്നെ CEC എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 540, 530, 520. ഇപ്പോൾ ലാസ്റ്റ് ഓഗസ്റ്റിൽ വന്ന ഇത് നോക്കുകയാണെങ്കിൽ 509 ലാസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത്. ശരി, ട്രെൻഡ് താഴോട്ടാണ് പോകുന്നത്, പോയിന്റ് കുറഞ്ഞു വരുന്നുണ്ട്. നല്ലതല്ലേന്ന് ചോദിക്കും, നല്ലതാണ്. പക്ഷെ എന്താണ് ആലോചിക്കുക, ഈ 500ന്റെ മുകളിൽ പോയിന്റ് മേടിക്കാന്ന് പറയുന്നത് സാധാരണക്കാരൻ ഞാൻ ഇവിടെ പറയുമ്പോൾ +2 കഴിഞ്ഞിട്ട് വരുന്ന ഒരു കൊച്ചിനെ സംബന്ധിച്ച് പറ്റുന്ന കാര്യമേ അല്ല. ഇനി നിങ്ങൾ നാട്ടിലൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞു, മാസ്റ്റേഴ്സും കഴിഞ്ഞു, നാട്ടിൽ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ഇവിടുത്തെ ലാംഗ്വേജ് സ്കില്ല് ടെസ്റ്റ് ആയിട്ടുള്ള IELTS, PTE അങ്ങനെ അതിനകത്തൊക്കെ ഭയങ്കര സ്കോർ, മാക്സിമം മേടിക്കാവുന്ന സ്കോറൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാ, ഈ 500ന്റെ മുകളിലെത്തുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് അത് ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PNP, പ്രൊവിൻഷ്യൽ നോമിനൽ പ്രോഗ്രാം. അതാണ് യൂഷ്വലി 12th ഒക്കെ കഴിഞ്ഞ് വരുന്ന പിള്ളേർ ചെയ്യാറ്. അവർ ഒണ്ടാരിയോയിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ, കാരണം ഇവിടെയാണ് ഈ പാർട്ട് ടൈം ജോലി കിട്ടാനൊക്കെ ഈസി ആണെന്നുള്ളൊരു ബന്ധമുണ്ട് അവിടെ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു പഠിത്തം കഴിഞ്ഞ് അവർ നേരെ അടുത്ത പ്രൊവിൻസിലേക്ക് പോകും. പക്ഷേ ഇപ്പോൾ പ്രൊവിൻസിന്റെ കാര്യവും ഭയങ്കര കഷ്ടത്തിലാണ്. നമ്മൾ ഈ റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അവരുടെ ഇൻടേക്കിന്റെ കാര്യത്തിൽ ഭയങ്കര സ്പെസിഫിക്കുമാണ്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷ് കൊളംബിയയുടെ കാര്യം എടുത്തു. BCPNP 2025 ജനുവരിയോടെ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് ആൻഡ് ഇന്റർനാഷണൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്ട്രീം വിൽ ബി റീപ്ലേസ് വിത്ത് 3 ന്യൂ സ്ട്രീംസ്. അവർ പുതിയ 3 സ്ട്രീമായിട്ടാണ് അത് റീപ്ലേസ് ചെയ്യുന്നത്. ബാച്ചിലർ സ്ട്രീം, മാസ്റ്റർ സ്ട്രീം ആൻഡ് ഡോക്ടർ സ്ട്രീം. അതായത് കറന്റ് ആയിട്ട് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഇനി ഈ പ്രോഗ്രാമിൽ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവരുടെ മിനിമം ലാംഗ്വേജ് റിക്വയർമെന്റ് എന്നുള്ളത് 8 ആക്കി ഉയർത്തി. കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് CLB സ്കോർ 8 ആക്കി ഉയർത്തി. ഇതിനെല്ലാം റീസൺ BC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ഹയർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ലാംഗ്വേജ് സ്കില്ലുള്ള, ഫ്രഞ്ചിലായാലും ഇംഗ്ലീഷിലായാലും ലാംഗ്വേജ് സ്കില്ലുള്ള ആൾക്കാർ BCയിലേക്ക് വന്ന് അവരുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ സ്ട്രീം മാറ്റിയത്. BCയുടെ പഴയ കുറേ ഇൻവിറ്റേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടാണ് അവരെ ഇൻവിറ്റേഷൻ കൊടുത്തിരിക്കുന്നതെന്ന്. ഓഗസ്റ്റ് 2024 അവർ ചൈൽഡ് കെയർ, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ജനറൽ കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ജനറലിൽ 83 പേരെ വിളിച്ചിട്ടുള്ളൂ, ചൈൽഡ് കെയറിൽ 38 പേര്, കൺസ്ട്രക്ഷനിൽ 20, ഹെൽത്ത് കെയറിൽ 15. ജനറലിൽ നോക്കിയാൽ മനസ്സിലാക്കും അവരുടെ മിനിമം സ്കോർ റിക്വയർമെന്റ് 130 ആണ്. പണ്ട് അത് 108 ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ 130 സ്കോർ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇനി അതിന് തൊട്ടുമുള്ള ഡ്രോയിലും ജനറലിനെ വിളിച്ചിട്ടേ ഇല്ല. അവിടെ പക്ഷേ ടെക് ഉണ്ടായിരുന്നു, ടെക്കിനും 120 പോയിന്റ് ഒക്കെ വേണം. അപ്പോൾ ഈ പറയുന്ന സ്ട്രീമൊന്നും അല്ല നിങ്ങളുടെ കരിയർ പാത്ത് എങ്കിൽ BCയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഉള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ RNIP ആണ്, റൂറൽ ആൻഡ് നോർത്ത് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. ഇതും പഴയ ഈസി അല്ല. അവർ ഭയങ്കര പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടാണ് ആൾക്കാരെ വിളിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിലേക്ക് മാത്രം ഓരോ വർഷം വളരെ കുറച്ച് വരെ വിളിക്കുന്നുള്ളൂ. അപ്പോൾ RNIPയും പഴയ പോലെ ഈസി അല്ല. ഇനി ആൽബർട്ടയുടെ കാര്യം പറയാം. ആൽബർട്ടയുടെ കുറച്ചു കാലമായിട്ട് പല പ്രൊവിൻസിൽ നിന്നും ഒരുപാട് പേര് ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാക്സ് കുറവാണ്, PR കിട്ടാൻ ഈസിയാണ്, ഇങ്ങനെ പല കാരണങ്ങളാണ് ഇതിനുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ ആൽബർട്ട അവരുടെ ഓപ്പർച്യൂണിറ്റി സ്ട്രീം ആപ്ലിക്കേഷൻ അത് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ഒരു നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്പെസിഫിക് ആയിട്ട് ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയിലുള്ളവരെ അവരിപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കരിയർ പാത്ത് ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽബർട്ടയിലേക്കുള്ള ചാൻസസ് ഓഫ് സെലക്ഷൻ ഈസി ആക്കാനുള്ള മറ്റു ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാമതാണ്, നിങ്ങൾക്ക് ഒരു ആൽബർട്ട ജോബ് ഓഫർ ഉണ്ടാവുക.
നിങ്ങൾ ഒരു കനേഡിയൻ പോസ്റ്റ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്, ചൈൽഡ്, സിബ്ലിങ് ഇവരാരെങ്കിലും ഒരു കനേഡിയൻ സിറ്റിസണോ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ്, അത് റിസൈഡിങ് ഇൻ കാൽബർട്ട ആയിരിക്കണം, ഇങ്ങനെ ആരെങ്കിലും ആവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഫ്രഞ്ച് ആയിരിക്കാം, നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈല് മോർ ദാൻ 5 months വാലിഡിറ്റി ഉണ്ടാവുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൽബർട്ടയിലേക്ക് പോകാൻ കഴിയും. പിന്നെ ആൽബർട്ട എന്ന് പറയുന്നത് അവർ ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്തു. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷത്തിൽ എത്ര പേരെയാണ് ഓൾറെഡി എടുക്കേണ്ടത് അവരെ നോക്കിക്കഴിഞ്ഞാൽ കാണും. ആൽബർട്ട ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിൽ അവർക്ക് അടുത്ത സെപ്റ്റംബർ, ഒക്ടോബർ ആവുമ്പോഴേക്കും 430 പേരെ, നവംബർ ആവുമ്പോൾ 444 പേരെ, ഡിസംബറിൽ 430 പേരെ, എക്സ്പ്രസ് എൻട്രിയിൽ പിന്നെ ഓൾറെഡി ഡിഫൈൻഡ് ആണ് 50-50 പേരെ അവർ ഓരോരുത്തർ എടുക്കുള്ളൂ. പിന്നെ റൂറൽ റവന്യൂ സ്ട്രീമിൽ 160, 145, 160, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി 140, 130, 143. അപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂറിസത്തിലും ഹോസ്പിറ്റാലിറ്റിയൊക്കെയാണ് നിങ്ങളുടെ മെയിൻ കരിയർ പാത്തെങ്കിൽ ആൽബർട്ട ഇപ്പോൾ കറക്റ്റ് ചോയ്സാണ്. ആൽബർട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു പ്രൊവിൻസ് ആണല്ലേ മാനിറ്റോബ എന്ന് പറയുന്നത്. കുറച്ച് കാലം മുമ്പൊക്കെ മാനിറ്റോബയിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 6 മാസം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് PNP കിട്ടിപ്പോയനെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ബാക്കിയുള്ള പ്രൊവിൻസുകൾ പോലെ തന്നെ മാനിറ്റോബയും അവരുടെ ഇൻടേക്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ വരുത്തിയിരിക്കുകയാണ്. അവരുടെ ഇപ്പോഴത്തെ മോട്ടോ എന്ന് പറയുന്നത് ഫാമിലി ഫസ്റ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കനേഡിയൻ പെർമനന്റ് റെസിഡന്റ് അല്ലെങ്കിൽ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ മാനിറ്റോബയിൽ റിസൈഡ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ക്ലോസ് റിലേറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് PNP കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ മാനിറ്റോബയിൽ പഠിച്ച പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ PNP കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒണ്ടാരിയോയിൽ PNP കിട്ടുക എന്ന് പറയുന്നത് ഇന്നും ഒന്നല്ല, പണ്ട് തൊട്ടേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഒണ്ടാരിയോയിൽ നമുക്ക് ഒരു വാലിഡ് എംപ്ലോയർ ജോബ് ഓഫർ ഉണ്ടെങ്കിൽ ഫോറിൻ വർക്കർ സ്ട്രീം അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സ്ട്രീം എന്ന് പറയുന്ന ഈ സ്ട്രീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേപ്പറുകൾ വേണം, ഒരുപാട് നമ്മുടെ എംപ്ലോയർ നമുക്ക് ഒരുപാട് പേപ്പർ തരേണ്ടി വരും. ഇതൊന്നും എല്ലാ എംപ്ലോയർക്കും പറ്റാത്തത് കൊണ്ട് ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ മൂന്നാമത് വരുന്നതാണ് ഇൻ ഡിമാൻഡ് സ്കിൽ സ്ട്രീം എന്ന് പറയും. ഇതിനകത്ത് എന്ന് പറയുന്നത് ഇവർ പറയുന്ന ആ സമയത്ത് ഒണ്ടാരിയോക്ക് ആവശ്യമുള്ള കുറച്ച് ജോബ് ഉണ്ട്, അതിന്റെ NOC കൂടെ അവർ കൊടുത്തിട്ടുണ്ടാവും. അതിലാണ് നിങ്ങളുടെ ജോബ് വരുന്നതെങ്കിൽ അവർ ഈസി ആയിട്ട് വിളിക്കും. അങ്ങനെയാണ് ഈ ONIP എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് സ്ട്രീം അല്ലെങ്കിൽ ഡോക്ടറേറ്റ് സ്ട്രീം എന്ന് പറയും. നിങ്ങൾ വിചാരിക്കും ഇത് മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഡോക്ടറേറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് മാസ്റ്റേഴ്സ് സ്ട്രീം എടുത്ത് ഇവിടെ വന്ന് പഠിച്ച് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ മാസ്റ്റേഴ്സ് കിട്ടണമെങ്കിൽ ഇവർക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ കുറേ നിയമങ്ങളുണ്ട്. അതൊക്കെ പാലിച്ച് നിങ്ങൾ ഇവിടെ മാസ്റ്റേഴ്സ് വന്നു. മാസ്റ്റേഴ്സ് ഭയങ്കര കാശ് കൂടുതലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വെച്ച് നോക്കുമ്പോൾ. ഇനി അതെല്ലാം നിങ്ങൾ ഭേദിച്ച് നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കാൻ തീരുമാനിച്ചു. മാസ്റ്റേഴ്സും കിട്ടി, മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇത് കിട്ടണമെന്നില്ല. കാരണം ഇതിനും ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മാസ്റ്റേഴ്സ് എടുക്കുമ്പോൾ ഇവിടുത്തെ കോളേജ് എടുക്കാം. നിങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലേക്കൊക്കെ ഉള്ള ഒണ്ടാരിയോയിൽ തന്നെ കുറച്ചുകൂടെ നോർത്ത് സൈഡിലേക്കൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് പോയിന്റ് കൂടും. അല്ലെങ്കിൽ ഇപ്പോൾ ടൊറന്റോ ടൗണിൽ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് റിയേഴ്സും പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ ചോയ്സ് ചെയ്താൽ അതനുസരിച്ച് പോയിന്റ് കുറയും. അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നു. മാസ്റ്റേഴ്സ് മാത്രം എടുത്താൽ പോരാ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് റിസർച്ച് നടത്തണം. ഇനി നമ്മൾ നോവസ്കോഷ്യ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അക്കോമഡേഷൻ ഈ മേഖലയിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ PNP അവർ പോസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആൽബർട്ടയിൽ അവർ ഹോസ്പിറ്റാലിറ്റി ആൾക്കാരെ എടുക്കുന്നുണ്ട്. പക്ഷെ ഈ നോവസ്കോഷ്യയിൽ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ PNP കൊടുക്കുന്നില്ല. ഇനി ന്യൂ ബ്രൂൻസ്വിക്കിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്കിൽഡ് വർക്കർ സ്ട്രീമും കുറച്ച് കാലമായിട്ട് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രൊവിൻസിലും എന്തെങ്കിലും ഒക്കെ കാര്യം കൊണ്ട് ഓരോരോ സ്ട്രീമായിട്ട് അവരെ നിർത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പറഞ്ഞത് പോസ്റ്റ് കോവിഡ് കാനഡയിൽ ഒരുപാട് സ്റ്റുഡൻസ് വന്നു. ഒരുപാട് പേര് ഒണ്ടാരിയോയിലായിരിക്കും ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 52% ഒണ്ടാരിയോയും വന്നു. ഈ വന്നവർക്കെല്ലാം PR കിട്ടാത്തതുകൊണ്ട് ഇവർ പല പ്രൊവിൻസിലേക്കായി പോയി. അപ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ആൾക്കാർ ഇപ്പോൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PR കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളാണല്ലോ പറഞ്ഞത്, ഇതിനൊക്കെ സൊല്യൂഷൻസും വേണമല്ലോ. അപ്പോൾ സൊല്യൂഷൻ നമ്പർ 1 എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ പ്ലാൻ ചെയ്തിട്ട് വരിക. അല്ലാതെ ഇവിടെ വന്നിട്ട് ഞാനൊരു കോഴ്സ് എടുത്തു, ഈ രണ്ടാമത്തെ കോഴ്സ് എന്തെടുക്കണം ഞാൻ ഇവിടെ വന്നിട്ട് ആലോചിക്കുക അല്ല. നിങ്ങൾ 2 സെപ്പറേറ്റ് കോഴ്സ് എടുത്തിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ആദ്യമേ നാട്ടിൽ തീരുമാനിക്കുക എന്ത് കോഴ്സ് എടുത്തിട്ട് വരണം, അത് കഴിഞ്ഞ് ഞാൻ എന്ത് കോഴ്സ് എടുക്കണം, എന്തൊക്കെ എടുത്താൽ എനിക്ക് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ PR കിട്ടാൻ സാധ്യതയുണ്ട്, ഇപ്പോഴത്തെ ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, ഇപ്പം ഡിമാൻഡ് ആയിട്ടുള്ള ജോബുകൾ ഏതൊക്കെയാണ് PNP വിളിക്കുക. ഇങ്ങനെയുള്ളതെല്ലാം പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ ഒരു എന്താ പറയുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. അല്ലാതെ പെട്ടെന്ന് കയറി വന്ന് എന്തെങ്കിലും പഠിച്ചിറങ്ങിയതുകൊണ്ട് നമുക്ക് കുറേ കാശ് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കരിയർ പാത്ത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ നാട്ടിൽ നിന്ന് ടെക് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന ഒരാളാണ്, എക്സാമ്പിൾ പറയുന്ന ആളാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കഴിഞ്ഞ് വരുന്ന ആളാണെങ്കിൽ ആ കഴിഞ്ഞ കോഴ്സിന് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? കൺസ്ട്രക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു,
അപ്പോൾ ആൽബർട്ടക്കാർക്ക് അത് വേണം, ടൂറിസം ഹോസ്പിറ്റൽ ആൽബർട്ടക്കാർക്ക് വേണം, അങ്ങനെ പക്ഷേ പലതും അവർക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളുടെ കരിയർ പാത്ത്, ഇപ്പോൾ നാട്ടിൽ നിന്ന് 12th കഴിഞ്ഞ് വരുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് വലിയ കരിയർ പാത്തൊന്നും ഇവിടെ വന്നിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് ഇപ്പോഴേ തീരുമാനിച്ച് ബാങ്കിലേക്കാണ് പോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ എടുക്കുക. എവിടെയാണ് ബാങ്കിൽ ജോലി കിട്ടാൻ സാധ്യത, അതുകൊണ്ട് PNB കിട്ടുമോ, അങ്ങനെയൊക്കെ ആലോചിച്ച് കറക്റ്റായിട്ട് വൈസായിട്ട് ഫീൽഡ് ചൂസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സ്കിൽഡ് ട്രേഡിലുള്ള ജോബ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഈ പ്ലംബർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും അല്ലേ, നമ്മളതൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ടാക്കുന്നതിനേക്കാളും കാശാണ് ഈ സ്കിൽഡ് ജോബ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. അവർക്ക് ഒരു മണിക്കൂറിലൊക്കെ നല്ലോണം കാശ് ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല അവരൊരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ PR ആപ്ലിക്കേഷൻ്റെ സമയത്ത് 50 പോയിന്റിലധികമാണ് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് ചെയ്തവരോട് തന്നെ ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, ഓരോന്നിനും എന്ത് സർട്ടിഫിക്കറ്റാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടുമല്ലോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കുക. ഇവിടെ വന്നിട്ട് ഫ്രഞ്ച് പഠിക്കാനല്ല, പറ്റുമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഫ്രഞ്ച് പഠിച്ചിട്ട് വരിക. കാരണം ഇവിടെ കോസ്റ്റ്ലിയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. എന്തിനാ അത്ര കാശ് കളയുന്നത്? നാട്ടിൽ നിന്ന് ഇവിടെ എനിക്കറിയാവുന്ന പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ PR-ൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയമാകുമ്പോഴാണ് മനസ്സിലാവും ഇനി എന്ത് ചെയ്യണം എന്നുള്ളതൊരു ധാരണ വരുന്നത്. അപ്പോൾ അവർ ഇതിന് ചോദിച്ചാൽ ഫ്രഞ്ച് പഠിക്കാൻ പോകും. എന്നാൽ നാട്ടിലെ ഫ്രഞ്ചാണ്, നാട്ടിലെ കോഴ്സാണ് എടുത്ത് പഠിക്കുന്നത്. പക്ഷേ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ഡ്യൂറേഷനിലായിരിക്കും ആ കോഴ്സ് പഠിച്ചെടുക്കുന്നത്. ഇതൊരു ലാംഗ്വേജ് ആണ്, പുതിയ ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. അത്ര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കുറച്ചധികം ഈ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ വേറെ ആവശ്യം ഇപ്പോൾ ഉപകാരപ്പെടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ കാനഡയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും അത് ഉപകാരപ്പെടും. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഫ്രഞ്ച് പഠിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല കൺട്രികളിലേക്കും പോകാൻ നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായും ആ വീഡിയോയ്ക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത്ര നാളും പറഞ്ഞാലല്ല ഞാൻ എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും എന്നതും പറയുന്ന പോലെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയി. താങ്ക് യു സോ മച്ച്. ബൈ.